ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പിടും. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് ഫോറം യോഗത്തിന് ശേഷമായിരിക്കും കരാറിൽ ഒപ്പുവയ്ക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 42,000 കോടി രൂപയാക്കി ഉയർത്തുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ കരാർ? ഈ കരാറിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൂര്യശ്രീ റസ്ന, അതായത് ഭാവി കണ്ടുകൊണ്ടുള്ള ഒരു കരാറിൽ, ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാനാണ് ഇന്ത്യയും ന്യൂസിലൻഡും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വ്യാപാര രംഗത്ത് രണ്ട് രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന തരത്തിലാണ് ആ ഒരു കരാർ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടുത്തെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ ഈ ഒരു ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് ഫോറത്തിന് ശേഷമായിരിക്കും ഈ കരാറിൽ ഒപ്പിടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അത് ഏതാണ്ട് 42,000 കോടി രൂപയായി ഇരട്ടിയാക്കുക എന്നതാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ 15 വർഷത്തിനുള്ളിൽ $2,000 കോടി നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമെന്നും ഈ ഒരു കരാറിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ ന്യൂസിലൻഡിലേക്കുള്ള കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി, അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി ഒഴിവാകും. ഒപ്പം തന്നെ ന്യൂസിലൻഡിൽ നിന്ന് 95% ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ നികുതി ഇളവ് നൽകും. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ വ്യാപാര രംഗത്ത് രണ്ട് രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര കരാർ, ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ലക്ഷ്യമിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.